السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ذلكم الله ربكم لا إله إلا هو خالق كل شيء فاعبدوه وهو على كل شيء وكيل. ഏറെ ബഹുമാനം നിറഞ്ഞ പള്ളിപ്പുറത്ത് ഈ പരിപാടിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ നിമിഷങ്ങളിലും ചൊരിഞ്ഞു നൽകിക്കൊണ്ടിരിക്കുകയാണ്. നാം ഇപ്പോൾ അനുഭവിക്കുന്ന ചെറിയ ഈ ചാറ്റൽ മഴ പോലും അള്ളാഹുവിന്റെ കാരുണ്യമാണ്. ഈ ഒരു പ്രതികൂല കാലാവസ്ഥ ഉണ്ടായിട്ടും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹിക്കുന്ന പ്രതിഫലം നൽകി അവന്റെ സ്വർഗീയാരാമങ്ങളിൽ പ്രവേശിക്കാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നിർഭയത്വം തൗഹീദിലൂടെ എന്ന പ്രമേയത്തെ ആസ്പദമാക്കി ബഹുമാന്യനായ പണ്ഡിതൻ ഷുറൈ സലഫി നമ്മോട് സംസാരിക്കും. ആമുഖമായി ചെറിയ കാര്യങ്ങൾ മാത്രമാണ് അല്പസമയം സംസാരിക്കാനുള്ളത്. മുമ്പൊന്നുമില്ലാത്ത ഒട്ടനേകം സൗകര്യങ്ങൾ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്തുകൊണ്ട് കഴിഞ്ഞുകൂടുന്നവരാണ് നമ്മൾ നിവസിക്കുന്ന നമ്മുടെ വീട് മുമ്പുള്ളതിനേക്കാൾ എത്രയോ സൗകര്യങ്ങൾ. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് പുല്ലുമേഞ്ഞ വീടുകളാണ്. കരണ്ട് പല വീടുകളിലും ഇല്ലാത്തൊരവസ്ഥയാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് ഇന്ന് ലഭ്യമാണ്. വാഹന ഗതാഗതത്തിന് സൗകര്യങ്ങളിലും അതുപോലെ തന്നെയാണ്. കരയിലായാലും സമുദ്രത്തിലായാലും വായുവിലായാലും മികച്ച ഗതാഗത സൗകര്യം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. വാർത്താവിനിമയ സംവിധാനങ്ങളായാലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഇന്ന് ചെറുപ്പത്തില് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയാത്തൊരു കാലം. ലാൻഡ് ഫോൺ പല സ്ഥലങ്ങളിലായിട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പലപ്പോഴും വിവരങ്ങൾ അറിയിക്കാൻ കമ്പി സമ്പ്രദായങ്ങൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നു. ഇന്ന് നടക്കുന്ന അതേ സ്പോട്ടിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അറിയാൻ സാധ്യമാകുന്ന രൂപത്തിൽ സംവിധാനങ്ങളുണ്ട്. ചികിത്സാ രംഗത്തും അതിവിദഗ്ധമായ മികച്ച സംവിധാനങ്ങൾ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുണ്ട്. ഇങ്ങനെ മികച്ച ഭൗതിക സൗകര്യങ്ങൾ ആസ്വദിക്കുന്ന ഈ സാഹചര്യത്തിലും നമുക്കറിയാം, ആളുകൾ മാനസികമായി അസ്വസ്ഥരായ അവസ്ഥകളിൽ ഒരുപാട് ആളുകളുണ്ട്. നീട്ടിപ്പരത്തി പറയുന്നില്ല. തൊട്ടടുത്ത ദിവസങ്ങൾ നമ്മൾ കണ്ടല്ലോ, 22 വയസ്സുള്ള ഒരു യുവതി കൊല ചെയ്യപ്പെടുകയാണ് സ്വന്തം ഭർത്താവിനാൽ. അത് കടപ്പുറത്ത് കൊണ്ടുപോയി മറമാടി 2 ദിവസത്തിനുള്ളിൽ തന്നെ പുറത്തു വന്നു. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതിന്റെ പേരിലാണ് ആ നിലക്കുള്ള തിന്മ ഉണ്ടായത് എന്നാണ് മനസ്സിലാകുന്നത്. സ്വന്തം അമ്മയെ കുത്തിക്കൊലപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടായി. എന്റെ കുടുംബമാണ് ഈ നിലക്കുള്ള ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിച്ചത്, അമ്മയെ മാത്രമല്ല അച്ഛനെ കൂടി വകവരുത്തേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒരു മകനെ നമ്മൾ കണ്ടു. അതിനും 2 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടു 2 സഹോദരങ്ങൾ എന്റെ രക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടു റോട്ടിലിട്ടിട്ട് ഒരു ചെറുപ്പക്കാരനെ അടിച്ചു കൊല്ലുന്ന ഒരു രംഗം. പിന്നീട് ലഹരിയൊക്കെ കെട്ടടങ്ങിയപ്പോ അമ്മയെ കാണണം എന്ന് പറഞ്ഞ് വാവിട്ട് കയറി. എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ചില ആളുകൾ സമാധാനം തേടി ലഹരി പദാർത്ഥങ്ങളെ തേടിപ്പോകുന്ന ഒരവസ്ഥ നമ്മൾ കാണും. ആ ലഹരി പദാർത്ഥങ്ങൾ വാസ്തവത്തിൽ സമാധാനം ഉണ്ടാക്കുന്നതിന് പകരം ശാശ്വതമായ അല്ലെങ്കിൽ കുറെ കാലം നീണ്ടു നിൽക്കുന്ന അസമാധാനം സൃഷ്ടിക്കുകയാണ് ചെയ്യുക. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കാണാൻ കഴിയും. അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, തിന്മകളുടെ മാതാവാണ് മദ്യം എന്ന് പറയുന്നത്. ആ മദ്യവുമായി ബന്ധപ്പെട്ടുള്ള കുറെ ആളുകളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് കാണാൻ കഴിയും. വേറെയും ചില ആളുകൾ സ്വയം ജീവിതം അവസാനിപ്പിക്കുകയാണ്. കാരണം
ആരാരും അറിയാതെ ഒറ്റക്ക് ആൾക്കൂട്ടത്തിനിടയിലും ഒറ്റപ്പെട്ടുന്ന ഏകാഗ്രത അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. മൊബൈൽ ഫോണുകളിൽ ലോകത്തുള്ള വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളുമായി സ്വകാര്യ ചാറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. പലരും കെണികളിൽ അകപ്പെട്ട് ലോൺ ആപ്പുകളിലും അതുപോലുള്ള കാര്യങ്ങളിലും ഒക്കെ അകപ്പെട്ടുകൊണ്ട് വലിയ കടങ്ങൾ വരുത്തി വെക്കുകയും അങ്ങനെ അവസാനം ജീവിതം നശിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം. വേറെയും ചില ആളുകൾ ആരും അറിയില്ല എന്നുള്ള നിലക്ക് സോഷ്യൽ മീഡിയകളിലൂടെ അല്ലെങ്കിൽ ഈ നിലക്കുള്ള സൈബർ ലോകത്തുള്ള വൈകൃത നിറഞ്ഞ ലൈംഗികമായ ആസ്വാദനങ്ങൾക്ക് വേണ്ടി ചാറ്റിങ്ങുകൾ നടത്താൻ. പലപ്പോഴും എന്താ വെച്ചാൽ AI ആയിരിക്കും. ഒരാള് ആത്മഹത്യ ചെയ്തത് അവസാനം ഞാൻ സ്നേഹിച്ച് ചാറ്റ് നടത്തിയ ആ ആൾ ഒരു AI സംവിധാനമാണെന്നപ്പോ ജീവിതം നിരാശ കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിലൂടെ സമാധാനം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെയൊന്നും സമാധാനം ശാശ്വതമായി ലഭിക്കുകയില്ല എന്ന്. എന്നാൽ സമാധാനം നമ്മളിലേക്ക് ലഭ്യമാവണമെങ്കിൽ ഇത്ര വ്യവസ്ഥാപിതമായി ഈ പ്രപഞ്ചത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാണാതിരിക്കുന്ന പ്രപഞ്ചത്തെ അതിസൂക്ഷ്മമായി വളരെ ക്രമപ്രവൃദ്ധമായി സൃഷ്ടിച്ച് സംവിധാനിച്ച ഏകനായ റബ്ബിന്റെ അടുക്കലേക്ക് മനസ്സ് മടങ്ങി അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുമ്പോഴാണ് സമാധാനം ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രമേയം. പലരും ആത്മീയമായ മാർഗങ്ങൾ സമാധാനത്തിന് വേണ്ടി അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അതിൽ ചൂഷണങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ കാണാൻ. സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചല്ലോ, നമ്മൾ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ജനങ്ങളെ ക്ഷണിച്ചതുപോലെ ശുദ്ധമായ തൗഹീദിലേക്ക്, കറകളഞ്ഞ തൗഹീദിലേക്ക്, പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും ഇജ്മാഇന്റെയും ഖിയാസിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹു നൽകിയ സൗകര്യം ഉപയോഗപ്പെടുത്തി ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ, ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്യുന്നവൻ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ആ ഒരു പ്രവൃത്തിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞ ഈ കപട ആത്മീയ മേഖലകളിൽ ഒരുപാട് ചൂഷണങ്ങൾ, ആ ചൂഷണങ്ങളിലൂടെ അസമാധാനം പെട്ടുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഒരവസ്ഥ. ആ വഴി അബദ്ധജടിലമാണ് എന്ന് തിരിച്ചറിയാൻ പലപ്പോഴും കഴിയില്ല. നേരത്തെ പറഞ്ഞ സൈബർ ലോകത്തുള്ള കുറ്റകൃത്യങ്ങളായാലും ലഹരി പദാർത്ഥങ്ങളായാലും ഉപയോഗങ്ങളായാലും ഒക്കെ അത് തെറ്റാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഇത് വലിയൊരു അപകടമാണ് എന്നുള്ളത് അവർക്ക് പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കൂല. ഇതുപോലെയുള്ള പ്രഭാഷണങ്ങളിലൂടെ അല്ലെങ്കിൽ ചെറിയ കാരണങ്ങൾ കൊണ്ടാണ് പലരും ഈ തൗഹീദി മാർഗങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങൾ, അത് പറഞ്ഞു കൊടുക്കുക, വക്രതയില്ലാതെ വളവില്ലാതെ അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു ദൗത്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. ഞാൻ ഓതി വെച്ച ആയത്തിന്റെ അർത്ഥം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാന്നുള്ളത് വിവിധങ്ങളായ ആയത്തുകളിലൂടെ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. ബദീഉസ് സമാവാതി വൽ അർള്, ആകാശങ്ങളുടെ ഭൂമിയുടെ തുടക്കക്കാരനാണ്. വലം തഖുൽ ലഹു സാഹിബ, ഒരു ഇണയുടെ ആവശ്യമില്ലാത്തവനാണ്. അതുകൊണ്ട് തന്നെ അന്നാ യകൂനു ലഹു വലദ്, അവൻ എങ്ങനെയാണ് ഒരു സന്താനം ഉണ്ടാവുക? വഖലഖ കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവനാണ് അവൻ. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അറിവുള്ളവനാണ് അവൻ. ഏറ്റവും ചുരുങ്ങി പറയാം, സന്താനങ്ങളില്ലാത്ത, ഇണയുടെ ആവശ്യമില്ലാത്ത ഏകനായ, ഒരേ ഒരു ഏകനായ, പരിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെ പറയുന്നത്, ഫഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഓടി അടുക്കണമെന്നാണ്. ഇന്നി ലക്കും മിൻഹു നദീർ മുബീൻ, പ്രവാചകനോട് പറയാൻ സ്പഷ്ടമായ മുന്നറിയിപ്പ് നൽകുന്ന ആളാണ് ഞാൻ. വലാ തജ്അലൂ മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിന് പുറമെ ഒരു ആരാധനയും നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് അല്ലാഹു പറയാൻ. സഹോദരങ്ങളെ, അല്ലാഹു പറയാ ദാലികുമുല്ലാഹു റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലാത്ത ഏകനായ അല്ലാഹുവാണ്. ഖാലിഖു കുല്ലി ഷൈ, എല്ലാ വസ്തുക്കളുടെയും സ്രഷ്ടാവാണ് അവൻ. ഫഅബ്ദൂഹു, അവനെ നിങ്ങൾ ആരാധിക്കണം. വഹുവ ബികുല്ലി ഷൈഇൻ വഹുവ അലാ കുല്ലി ഷൈഇൻ വക്കീൽ, എല്ലാ കാര്യത്തിനും പരമേൽപ്പിക്കാൻ പറ്റുന്നവനാണ് അവൻ എന്ന്. സഹോദരങ്ങളെ, ആ അള്ളാഹുവിലേക്ക് ആളുകളെ അടുപ്പിക്കുക എന്നുള്ളതാണ്, ആ മനസ്സുകളെ അടുപ്പിക്കുക എന്നുള്ളതാണ് സമാധാനത്തിനുള്ള മാർഗം എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇവിടെ ആ വിഷയം സവിസ്തരമായി പ്രതിപാദിക്കും. പരിശുദ്ധ ഖുർആൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് അള്ളാഹുവിന്റെ അജയ്യത നമ്മൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. മഴ വർഷിക്കുന്നുണ്ടല്ലോ,
ഈ മഴയെ സംബന്ധിച്ച് നമ്മൾ ഓതി മഗ്രിബിന്റെ നമസ്കാരത്തിൽ വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു, നിരാശ പൂണ്ടവരായി ഇപ്രാവശ്യത്തെ ചൂടിന്റെ കാഠിന്യത്തെ സംബന്ധിച്ച് സംസാരിച്ചു. ഇനി മഴയില്ലാത്തൊരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതിനെ സംബന്ധിച്ച് പലരും ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹു മഴ വർഷിപ്പിക്കും. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു മഴ ഇപ്പോഴും കിട്ടി നമുക്ക് മഴ. സഹോദരങ്ങളെ, ഇങ്ങനെ ആവശ്യങ്ങൾക്കനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ ഇങ്ങനെ ചൊരിഞ്ഞു തരുന്ന കാരുണ്യവാനായ, അത്യധികം നമ്മോട് കൃപാലുവായ ആ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് അവനിലേക്ക് മടങ്ങണം എന്നുള്ളതാണ്. മറ്റു പലരിലേക്കും മടങ്ങിയിട്ടുള്ള ആളുകളെ കാണാം, അതൊരു ചൂഷണമാണ് എന്നുള്ള തിരിച്ചറിവും സമാധാനത്തിനുള്ള നിർഭയത്വത്തിനുള്ള മാർഗം ഈ ഏകനായ അള്ളാഹുവിനെ ആരാധിക്കലാണ് എന്നുള്ളതുമാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. അത് യഥാവിധി പറഞ്ഞു കൊടുക്കാനും ആളുകൾക്ക് അതിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാനും അതിലൂടെ നമ്മളെപ്പോലെ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകൾ നാളെ പരലോകത്ത് ശാശ്വതമായ ആ ജീവിതത്തിൽ നരകത്തിൽ അകപ്പെടാതെ എല്ലാ കാരുണ്യവും എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്ന സ്വർഗീയ ആരാമങ്ങളിൽ എത്തിച്ചേരണം എന്നുള്ള സദുദ്ദേശത്തോടു കൂടി ആ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും ആവുന്ന രൂപത്തിൽ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.